ശബരിമലയുടെ പുണ്യത്തെ പോലും കരിവാരി തേക്കുന്ന സ്വർണ്ണക്കടത്ത് കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങളും അതിന് കോൺഗ്രസ് നൽകുന്ന മറുപടികളും കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഇവിടെ കുറ്റവാളികൾക്കൊപ്പമല്ല, മറിച്ച് പരസ്പരം ചെളിവാരി എറിയുന്ന തിരക്കിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. ആരാണ് ഇവിടെ യഥാർത്ഥ വില്ലൻ? അണിയറയിലെ കറുത്ത കരങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നത് ലളിതമായൊരു ചോദ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു തട്ടിപ്പുകാരൻ എങ്ങനെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി? അടൂർ പ്രകാശിന് ഇതിൽ പങ്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ഈ തട്ടിപ്പുകാരും കള്ളക്കടത്തുകാരും അധികാരത്തിന്റെ ഇടനാഴികളിൽ സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ അത് തടയാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അടൂർ പ്രകാശ് തനിക്ക് ഒന്നും അറിയില്ലെന്ന് കൈമലർത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സംഘത്തെയും ഡൽഹിയിലെ VIP മന്ദിരങ്ങളിൽ എത്തിച്ച അദൃശ്യനായ സുഹൃത്ത് ആരാണ്? ഇതൊരു കേവലം ഒരു ചിത്രം കൊണ്ട് അളക്കാൻ കഴിയില്ല. ഇത് അധികാരവും അധോലോകവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഇടതായാലും വലതായാലും ഈ തട്ടിപ്പുകാർക്ക് എല്ലാ വാതിലുകളും എങ്ങനെ തുറക്കപ്പെടുന്നു? കടകംപള്ളി സുരേന്ദ്രന് ചോദ്യം ചെയ്തത് വെറും വ്യക്തത വരുത്താൻ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന സംശയങ്ങൾ ചെറുതല്ല. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഉന്നതരായ നേതാക്കളുടെ പേരുകൾ ഇത്തരം കേസുകളിൽ വരുന്നത് കേരളത്തിന് അപമാനമാണ്. ആഭ്യന്തര വകുപ്പിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം തട്ടിപ്പുകാർ വളരുന്നത്. അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രിക്കാകില്ല. ഭരണകൂടത്തിന്റെ തണലിലല്ലാതെ ഇത്തരം വൻ സ്രാവുകൾക്ക് ശബരിമലയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താനും കഴിയില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു ക്രിമിനൽ കേസ് പ്രതി എത്തിയത് എങ്ങനെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതെ കൊഞ്ഞനം കുത്തുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട്. സ്വന്തം നേതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു തട്ടിപ്പുകാരൻ ഡൽഹിയിലെ 10-ാം നമ്പർ വസതിയിൽ കയറുമെന്ന് വിശ്വസിക്കാൻ സാമാന്യ ജനത്തിന് കഴിയില്ല. ശബരിമല വീണ്ടും കരുവാകുന്നു. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്വർണ്ണക്കടത്ത് നടന്നിട്ടും അത് പിടികൂടുന്നതിനേക്കാൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് ഇരുവിഭാഗവും ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വാർത്താ സമ്മേളനത്തെ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വേദിയാക്കി മാറ്റുമ്പോൾ പ്രതിപക്ഷം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് തടിയൂരുന്നു. പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ അത് താൻ പറയേണ്ടതല്ല എന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നത് എന്തിനാണ്? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ഭരണാധികാരിയും ആരോപണങ്ങളിൽ മാത്രം അഭിനമിക്കുന്ന പ്രതിപക്ഷവും ചേർന്ന് കേരളത്തെ ഒരു രാഷ്ട്രീയ സർക്കസ് കൂടാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിയേണ്ട സത്യം ഇവിടെ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ രണ്ട് മുന്നണികളും ഒത്തുകളിക്കുകയാണ്. പാവപ്പെട്ട വിശ്വാസികളുടെ പണവും ശബരിമലയുടെ പവിത്രതയും വെച്ച് പന്താടിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവർക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നത് ആരായാലും അവർ നാടിന്റെ ശത്രുക്കളാണ്. ഇടത് ഭരണത്തിന് കീഴിൽ അഴിമതിയും കള്ളക്കടത്തും തഴച്ചു വളരുന്നു എന്ന് ആരോപിക്കുമ്പോൾ തന്നെ അതിന് വളം വെച്ചു കൊടുക്കുന്ന നിലപാടാണ് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ രണ്ട് മുന്നണികളും ഒരുപോലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കാൻ മലയാളികൾക്ക് പ്രയാസമാണ്. കാരണം അവസാന നിമിഷം വലിയ സ്രാവുകൾ രക്ഷപ്പെടുകയും ചെറിയ മീനുകൾ വലയിലാവുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പതിവ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് വെറും ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, അത് കേരള രാഷ്ട്രീയത്തിലെ ജീർണതയുടെ നേർചിത്രമാണ്. ഈ ജീർണതയിൽ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കാളികളുമാണ്.